വന്നിട്ടുണ്ട് കേട്ടോ. അറിയില്ലേ ഈ പെട്ടിയൊക്കെ എന്നെടുത്ത് വെക്കൂ. അവരൊക്കെ പോയി കുഞ്ഞ്. പോയി ചേട്ടാ, അദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇനി ഇങ്ങോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല കുഞ്ഞ്. പിന്നെ വറീതിനൊരു അബദ്ധം പറ്റി കുഞ്ഞ്. ചെറിയ അദ്ദേഹം നിനക്ക് തരാനായിട്ട് ഒരു കുറിമാനം എന്റെ കയ്യിൽ തന്നിരുന്നു. അത് എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു കുഞ്ഞ്. വറീത് അവിടെയൊക്കെ തെരഞ്ഞു നോക്കി കാണണ്ടേ. ആ സാരമുള്ള കാര്യമൊന്നും ചന്ദ്ര, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് നാട്ടിലുള്ളവരൊക്കെ മറന്നെന്ന് വരരുത്. മറന്നാലും സാരമില്ല. തിരികെ വരുമ്പോ പുള്ളി വല്ല മദാമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോരായിരുന്നാ മതിയായിരുന്നു. ആ ചന്ദ്ര, എന്നാൽ ഉടനെ ലണ്ടൻ YMCAയിൽ താമസിക്കുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ വില്യംസിനോട് ഒരു ഫ്ലാറ്റ് ശരിപ്പെടുത്താൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്കതൊന്നുമല്ല വിഷമം. ബാലന്റെയും ലീലയുടെയും കല്യാണത്തിൽ പങ്കുകൊള്ളാൻ പറ്റില്ലല്ലോ എന്നാണ്. എന്തായാലും നീ വരുന്നത് വരെ ലീലയുടെ കല്യാണം നീട്ടിവെക്കാൻ നിശ്ചയിച്ചിട്ടില്ല, അല്ലേ കേശവമേനോൻ? അതെങ്ങനെ വെക്കും? മുമ്പ് നിശ്ചയിച്ചു വെച്ചിരുന്ന കാര്യമല്ലേ. ഞാൻ പോയി വരട്ടെ. മറന്നു കളയരുത്. മറക്കുന്നത് ഞാനായിരിക്കില്ല. കത്തയച്ചാൽ മറുപടി അയക്കുമോ? പിന്നെ മറുപടി അയക്കാതിരിക്കുമോ? കൊള്ളാം. സമയമായി, നമുക്ക് അങ്ങോട്ട് പോകാം. ചന്ദ്ര, സമയമായി. നമുക്ക് എയറോഡ്രോമിലേക്ക് പോകണ്ടേ? പിന്നെ പോകാം. താമസത്തിന് മുമ്പ് എല്ലാവരും പെണ്ണെ, ഞാൻ പറഞ്ഞ ആ കാര്യം ഉടനെ അങ്ങ് തീരുമാനിച്ചു വാക്കു കൊടുക്കണം. ആ ചെറുക്കന്റെ തന്ത ഇന്നലെ കൂടി എന്നോട് ചോദിച്ചു. ഓ, നിനക്കറിയാൻ പാടില്ലാത്തത് പോലെ. മോളെ, ആ ഷാപ്പ് കടക്കാരൻ രാജപ്പിന്റെ കാര്യം അച്ഛൻ പറഞ്ഞത് അവർക്ക് നിന്ന് നന്ന ബോധിച്ചു. അവർക്കാണെങ്കിൽ മുണ്ട് മുറിച്ചു കൊടുക്കാതെ കഴിയാനുള്ള വകയുണ്ട്. അച്ഛനൊന്നും ഉണ്ടാണ്ടേ,
എനിക്കിപ്പോ കല്യാണം വേണ്ട, കളവാണം വേണ്ട. എടി പെണ്ണെ, ഈ കിഴവൻ ഇന്നും പോകും. ഇത്രയും കാലം നിന്നെ തല്ലും തറയിലും വെക്കാതെ ഞാൻ വളർത്തിക്കൊണ്ടു. ഈ കിഴവനങ്ങ് പോയ എന്ത് മോർക്ക് ആരാവുള്ളൂ? ഒരു കൊച്ചു കാല് കണ്ട് പോയാൽ മതിയായി. അതെ, എനിക്കൊരാശ. എനിക്ക് കല്യാണം വേണ്ട. അല്ല മോളെ, നീ വരുന്നില്ല അല്ലേ? എല്ലാ കൊല്ലവും അയ്യപ്പൻപാട്ടിന് പോകാൻ നിനക്കാണല്ലോ വലിയ ധൃതി. ഇല്ല. ഏതായാലും ഞാൻ പോയേച്ച കഥ നടത്തി. മോളെ, മാസം മോളിക്കുന്ന കരയും എന്തിനാണ്ട് മോൾ കരയും പറയും. എന്തിനു എന്ത് മോൾക്ക് എന്ത്? മോളെ, എന്റെ പൊന്നു മോളെ, മോളത്തിന് കഴിച്ചു. അപ്പോൾ അതാണ് നിന്റെ കഥ. പാവം പെണ്ണ്, നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഒരു നല്ലവളാണെന്ന്. പക്ഷെ ഏതായാലും നിന്നെ പിഴപ്പിച്ച ആ ദുഷ്ടന്റെ തലയിൽ ഇടിച്ചു. അങ്ങനെ പറയരുത്. അദ്ദേഹം നല്ല ആളാണ്. എല്ലാം എന്റെ തലയിലെടുത്ത്. പോട്ടെ മോളെ, പോട്ടെ. വന്നതൊക്കെ വന്നു. മോള് കരയണ്ട. എനിക്ക് മക്കളാരുമില്ല. നീ എന്നെ നോക്കിക്കൊണ്ട് എന്റെ സ്വന്തം മകളെ പോലെ ഇവിടെ താമസിച്ചോ. ഞാൻ എനിക്ക് ഇത്തിരി കാശി അനക്കിക്കൊണ്ടുവരാം.